ഹായ് ഫ്രണ്ട്സ്, തൊട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അതേ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവില്ലേ, നമ്മുടെ പൂരാണ് കേട്ടോ, നമ്മുടെ ചോച്ചേരി കുന്ന് പൂരാണ്. അപ്പം രാവിലെ മങ്കിയല്ല. അപ്പം രാവിലെ എഴുന്നേറ്റപ്പോൾ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാവരും നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ചേച്ചി വന്നപ്പോഴാണ് എടുത്തത്. പിന്നെ ദേ പിള്ളേരൊക്കെ ഇതിനെ കണ്ടിട്ട് ഓടി കൂടി വെക്കാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഈ വട്ടം നമുക്ക് കാവടി ഒന്നും ഒരെണ്ണം അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഇങ്ങനത്തെ സംഭവങ്ങളായിരുന്നു. എനിക്കിത് കാണാൻ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് നല്ല പേടി. എനിക്കറിയാം അതിൻ്റെ ഉള്ളിൽ മനുഷ്യനാണെന്നൊക്കെ അറിയാം, എന്നാലും പക്ഷെ അടുത്ത് വരുമ്പോൾ എന്തോ ഒരു ഭയം. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ തലേദിവസം എത്തിയിരുന്നു കേട്ടോ. അമ്മായിമാരും ഞാനും തലേദിവസം എത്തിയിരുന്നു. ചേച്ചിമാർ രണ്ടുപേരും പിറ്റേ ദിവസമാണ് വന്നത്. അപ്പോൾ നമ്മുടെ ആഘോഷമൊക്കെ തുടങ്ങിയിട്ടാ. ഭയങ്കര വൈബാണ് കേട്ടോ. എന്താ പറയുക, പൂരാവാൻ ഇങ്ങനെ കാത്തിരിക്കും എല്ലാവരെയും കാണാനും. പിന്നെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കാനും ഭയങ്കര രസമല്ലേ. നമ്മളെല്ലാവരും വരും. ചേച്ചിമാരെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അമ്മായിയാണ്. അപ്പോൾ അമ്മായി ഇത് എന്താ പറയുക, ഞാൻ ചോദിക്കുകയാണ് യാത്ര ഇന്ന് ആയില്ലേന്ന് ചോദിക്കുകയാണ്. കുളിക്കുമ്പോൾ നേരം വൈകി പണികളൊക്കെ കഴിഞ്ഞപ്പോഴേ, അപ്പോൾ കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് ശബ്ദം കേട്ടപ്പോൾ ഓടി വന്നതാണ്. അപ്പോൾ ഈ മേക്കപ്പ് ഒന്നും ചെയ്തില്ല എന്നാണ് പറയണത്. അപ്പം അതേ പിന്നെ ഈറ്റിങ്ങളുടെ പരിപാടികളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പാപ്പനാണ് കേട്ടത്. കുറേ പേര് ഭയങ്കര എന്താ ഏജൊന്നും ഇല്ല, എല്ലാവരും ചെറിയ പിള്ളേർ തൊട്ടിട്ട് അത്രയും വയസ്സായ ആൾക്കാർ വരെ അത്രയും സന്തോഷിക്കണ ഒരു ഇതാണ് കേട്ടോ. ആഘോഷമല്ലേ നമുക്ക് പൂരം അങ്ങനെയൊക്കെ പറയുമ്പോൾ. നമ്മുടെ ചേട്ടനാട്ടെ, ചേട്ടൻ നമ്മുടെ അമ്മയുടെ മോനാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ അടിച്ച് പൊളിക്കാനുണ്ട്. ഈ വട്ടം ഞാനൊന്നും അങ്ങനെ ഇത്തിരി ഷൈ ആണ്. ഞാൻ അങ്ങനെ ഡാൻസ് ഒന്നും അങ്ങനെ ഇവിടെ ഒന്നും കളിക്കില്ല. ഞങ്ങളുടെ അമ്പലത്തിലൊക്കെ കളിക്കും, പക്ഷേ ഇങ്ങനെയൊന്നും കളിക്കില്ല. പക്ഷേ ഈ വട്ടം എന്താണെന്നറിയില്ല, ഞാൻ വരെ ഡാൻസൊക്കെ കളിച്ചു. അത്രയും രസമായിരുന്നു. ഓരോ വർഷം വരുമ്പോൾ നമ്മുടെ ചേട്ടൻ, വെല്ലുന്തേട്ടൻ, ഗുഡുമണി എല്ലാവരും ഉണ്ട്. എല്ലാവരും ഭയങ്കര അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു കേട്ടാ. നമ്മുടെ ആൻറ്റു, ലച്ചു ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോ സെക്ഷനൊക്കെയാണ് കേട്ടോ. എല്ലാ കൊല്ലം നമ്മളിങ്ങനെ കുറച്ച് ഫോട്ടോസ് നിർബന്ധമാണല്ലോ. അപ്പോൾ മുത്തേച്ചിക്ക് കുറേ മിസ്സായി, കാരണം അവൾക്ക് ഇന്ന് അവിടുത്തെ പൂരം ഇന്നായ കാരണം അവൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വന്നിട്ട്. അപ്പോൾ രാവിലെ നമ്മുടെ പൂരം നേരത്തെ പോവുമല്ലോ, അപ്പോൾ അത് കാണാൻ അവൾക്ക് പറ്റിയില്ല. പിന്നെ നമ്മുടെ ചേട്ടന്മാരൊക്കെയാണ്, നമ്മുടെ ചേച്ചിമാരുടെ ഭർത്താക്കന്മാരാണ്. പിന്നെ മിരി നമ്മുടെ അമ്മായിയുടെ ഒപ്പമായിരുന്നത്, കാരണം ഞാൻ ഫ്രീ ആയിരുന്നു കേട്ടോ. അമ്മായി എന്നെയായിരുന്നു അവളെ എടുത്തുകൊണ്ട് നടക്കേണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു കസിനാണ് നന്നു. അപ്പോൾ അത് എല്ലാവരുടെയും ഞാൻ എടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഓർമ്മയാണല്ലോ. പിന്നെ നമുക്ക് കുറേ കാലം കഴിഞ്ഞ് കാണുമ്പോൾ ഇതിൽ യൂട്യൂബിലാകുമ്പോൾ പിന്നെ ഇങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ പക്ഷേ ഇവട്ട ആളുകൾ കുറവായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ പിള്ളേരുകളൊക്കെ അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പേർക്ക് പേടിയുണ്ടായിരുന്നു. മീക്കൂട്ടിന് ആദ്യം പേടിയുണ്ടായിരുന്നു, പിന്നെ ആൾ വൈബായി. അതിന് തൊടാനും അതിന് തലോടാനും ഒക്കെ പോയി തുടങ്ങിയിട്ടാ. ഇവരുടെ രണ്ടുപേരൊക്കെ ജാതി രസമായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ആരാണോ കണ്ടില്ല, അതൊക്കെ മാറ്റി എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു ആരായിരിക്കും എന്ന് അറിയാനായിട്ട്. കുറേ കഷ്ടപ്പാടുണ്ട്, കാരണം അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല, ചൂടൊക്കെ എടുക്കുകയായിരിക്കുമല്ലോ. മിരി ആദ്യമൊക്കെ പേടിച്ച് നിന്നെങ്കിലും ഇപ്പോൾ ഭയങ്കര ധൈര്യമായിട്ട് ഇങ്ങനെ തൊട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ. അതിൻ്റെ അടുത്തുനിന്നേ പോകണ്ടായിരുന്നില്ല, അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. തൊട്ട് കഴിഞ്ഞിട്ടുള്ള ആളുടെ സന്തോഷമാണ് ഇപ്പോൾ കണ്ടത് കേട്ടാ. കുറേ പിള്ളേർക്ക് പേടിയും ഉണ്ടായിരുന്നു തൊടാനായിട്ട്.
ഞാൻ ഫോൺ എടുത്തിട്ടില്ല. അയ്യോ ക്ലാസ് വെക്ക് വേഗം വെക്ക് ജിഷ്ണു. ഞാൻ പറയൂല ഇതെന്റെ മൂത്ത ചേച്ചി ഇതെന്റെ ചേട്ടന്റെ മോള് അല്ല മോന് ഇതെന്റെ ചേട്ടന്റെ മോള് അതിനെ കാണാനോ അതൊക്കെ. വീഡിയോ എടുക്കുന്നത് എന്റെ വേറൊരു ചേച്ചി ശീതൾ ചേച്ചി നിഷ, അവളുടെ ഹസ്ബൻഡ് ചേട്ടൻ വിഷ്ണു, ഞാൻ സിംഗിൾ. അപ്പോൾ നമ്മുടെ രാവിലത്തെ പൂരമൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഒരു നേരം പൂരമുള്ളൂ, രാവിലത്തെ പൂരം മാത്രമേ ഉള്ളൂ, വൈകുന്നേരമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ അച്ഛൻ്റെ പിറന്നാളാണല്ലോ ഒന്ന്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കാനായിട്ടാണ്. ആദ്യം അച്ഛനും പേരക്കുട്ടികളും ഇരുന്നു കേട്ടോ. നമ്മളിവിടെ പിറന്നാൾ സദ്യക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇലയിടുക. അപ്പോൾ നമ്മുടെ വസു വന്നിട്ടില്ല. വസുവിൻ്റെ അവിടുത്തെ പൂരമായ കാരണം അവനിപ്പോൾ വലിയ ചെക്കനൊക്കെ ആയല്ലോ. അപ്പോൾ അവനവിടെ ഗാങ്ങൊക്കെ ആയ കാരണം അവൻ വന്നില്ല കേട്ടോ. അപ്പം മിഴിക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തതാണ് കേട്ടോ. പിന്നെ ചേച്ചിയുടെ എടുത്തിരുന്നിട്ട് അതിലൊക്കെ കഴിക്കാൻ കേട്ടോ. ഓ വീഡിയോയാ ഉമ്മ കൊടുത്ത ചേച്ചന് ഓ പിള്ളേരൊക്കെ എങ്ങനെ ഇരിക്കുന്നത് വീഡിയോ എടുക്കണ്ട കേട്ടാ. അതന്നെ കൊറേ നാളെ മുത്തശ്ശി തന്നെ ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങായിട്ട് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇവരൊക്കെ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ വരുമ്പോഴാണ് കാണുക. അപ്പൊ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു.
ഈ ഡ്രസ് തയ്ച്ചത് ഞാൻ അമ്മൂന്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ചേച്ചൻ്റെ അടുത്ത് പോയിരുന്നു അമ്മാമ്മനെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് ഈ ഗ്രൗണ്ട് കണ്ടത്. ഇത് ഇങ്ങനെയായിട്ട് ഇത്രയ്ക്ക് ഇതിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടപ്പോൾ നമ്മൾ ഞെട്ടി. നമ്മൾ പഠിച്ച സ്കൂളിലത്തെ ഗ്രൗണ്ടേ ഇല്ല, സ്കൂളേ ഇല്ല, ആകെ കല്യാണ പ്രദർശന കണ്ടത് നിനക്കല്ലേ? അതെ നല്ല ഭംഗിയുണ്ടല്ലോ കുഞ്ഞാ. നമ്മുടെ ഗ്രൗണ്ട് ആകെ മാറിയില്ലേ, എന്ത് രസമാക്കിയോക്കണല്ലേ. ശരിക്കും നമ്മുടെ സ്കൂളിൽ എന്തൊരു മാറ്റായാലേ. അതിപ്പോഴേ ഏതാ നമ്മൾ പഠിച്ച എനിക്ക് മനസ്സിലാവണില്ലേടി, ഏതൊക്കെ ബിൽഡിംഗ് ഒന്നും മനസ്സിലാവണില്ല. ഗ്രൗണ്ടിനൊക്കെ ഇത്ര വലിപ്പം ഉണ്ടായിരുന്ന, ഭയങ്കര വലിപ്പം കൂടിയ പോലെ അല്ലേ. അടിപൊളി ഗാലറി ഇവിടെ കണ്ടാ നല്ല ഫണ്ട്. നമ്മുടെ മന്ത്രി, നമ്മുടെ MLA ഇല്ലേ രാജൻ, കെ രാജാത്യം കുറെ പ്രയത്നിച്ചിട്ടുണ്ടല്ലേ സ്കൂളിന് വേണ്ടിട്ട്. ഗ്രൗണ്ട്, നമ്മുടെ പാർക്കും, സുവോളജിക്കൽ പാർക്കും നമ്മുടെ സ്കൂളിൽ ഈ നിലയ്ക്കാക്കിയതിന്റെ ഒരു വലിയ പങ്കുണ്ടല്ലേ. ശരിക്കും എന്ത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും ഗ്രൗണ്ടൊക്കെ ഇത്രയും ഭംഗിയാക്കാനായിട്ട് നല്ല പുരോഗമനം വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ ഇതാക്കാൻ പറ്റിയില്ല. നമ്മൾ പഠിക്കുമ്പോ ദാ കാണുന്ന നീല ബിൽഡിംഗ് ഇല്ലേ, അതാണ് നമ്മള്, അത് ഓടായിരുന്നു, അതുള്ളോ പണ്ടത്തെ സ്കൂൾ. പിന്നെ LP സെക്ഷൻ മാത്രം, ബാക്കിയൊക്കെ മാറി. പഴമയില് കാണുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടാവും, പക്ഷെ ഇത് പുതുമ പുരോഗമനം കാണുമ്പോ കുട്ടികള് ഇത്രയും സൗകര്യത്തിൽ പഠിക്കട്ടെ അല്ലേ. നമ്മള് ഫാനില്ല, ഓട് പൊട്ടിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. അവിടെ ഒരു പേടിമരണ്ടായിരുന്നു അടുക്കില്, അതൊക്കെ പോയില്ലേ. ഇപ്പൊ ഫാനില്ലാണ്ടിരിക്കാൻ പറ്റും. പിള്ളേരോട് പറയുമ്പോ അവര് പുത്തൂര് സ്കൂളിന്റെ വലിയൊരു മാറ്റം സംഭവിച്ചില്ലേ. പിന്നെ രാത്രിയപ്പോൾ ഈ ഒരു ഇറയത്ത് നമ്മളിങ്ങനെ ഇരിപ്പുള്ളത് സ്ഥിരമാണ് കേട്ടോ. അവിടെ നിന്ന് എഴുന്നേറ്റ് പോണത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. കാരണം എല്ലാ കൊല്ലം ഇങ്ങനെ ഇരിക്കും. അമ്മായിമാരുടെ അവരുടെ മാമൻ്റെ മക്കളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അവരിങ്ങനെ വർത്താനം പറഞ്ഞ് അവരപ്പോൾ നമ്മളും ഇരിക്കാറുണ്ട് കേട്ടോ. അവരുടെ സ്നേഹബന്ധങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കും നമ്മുടെ അമ്മായിമാരുടെ മക്കളും പാപ്പമാരുടെ മക്കളും ഒക്കെ ആയിട്ട് നമ്മൾ ഇതേപോലെ തന്നെയുള്ള സ്നേഹമാണ് കേട്ടോ. അവരെ കണ്ടല്ലേ പഠിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ കസിൻസായിട്ടൊക്കെ കൂടുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചേട്ടൻ്റെ മക്കളാണ് 2 പേര്, കാശി, അപ്പു. അപ്പോൾ അവർ വൈകുന്നേരമാണ് കേട്ടോ വന്നത്. ഇത് നമ്മുടെ 2ാമത്തെ അമ്മായിയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്നു. ഇത് ചേച്ചിയാണ്, ഇതാണ് നമ്മുടെ സനിച്ചേട്ടൻ. ഇത് ശരിക്കും ശരിക്കും പറയുന്നത് അല്ല, ശരിക്കും പറയാം ബജ്ജി, മിളക് ബജ്ജി, പക്ഷെ നല്ല രസമുണ്ട്. സമയമൊക്കെ തെറ്റാ വെറുതെ. ഇപ്പോഴാണ് നമ്മുടെ ആങ്ങള വന്നത് കേട്ടോ. അവന് രാവിലെയൊക്കെ വർക്ക് ഉണ്ടായിരുന്നു, അത് കാരണം പൂരത്തിനൊന്നും അവന് വരാൻ പറ്റിയില്ല. അവൻ ഇപ്പോഴാണ് വന്നത്. അതേപോലെ തന്നെ പൊന്നു ഇപ്പോഴന്നെ വന്നത്. അവൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമൊക്കെ കാരണം അവിടെയൊക്കെ ആയിരുന്നു, തിരക്കായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ രശ്ലേട്ടൻ വന്നു. എല്ലാ കൊല്ലം നമ്മുടെ രശ്ലേട്ടൻ പൂരത്തിനാണ് ആൾക്ക് വരാൻ പറ്റുക. ഓണം വിഷുവൊക്കെ ആകുമ്പോൾ ആൾക്ക് വർക്കുള്ള കാരണം വരാൻ പറ്റില്ല. അപ്പോൾ ചോദിച്ചിരുന്നു പൂരത്തിന് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചൊക്കെയാണ് അമ്പലത്തിൽ പോയത്, നമ്മുടെ പാപ്പനായിട്ട് സുമേഷ് പാപ്പൻ. അപ്പോൾ പൊന്നു ഞങ്ങൾ പുതിയ വണ്ടി വാങ്ങിച്ചു. അപ്പോൾ വണ്ടി വാങ്ങിച്ചത് ചേട്ടനൊന്ന് ഓടിച്ചു നോക്കുകയാണ് കേട്ടോ. ഇലക്ട്രിക് ബൈക്കാണ്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് അവരിങ്ങനെ അതിൻ്റെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ അപ്പൂസാണ് പാപ്പൻ്റെ മോൻ. അപ്പോൾ ഇത് ചേട്ടൻ വണ്ടിയൊക്കെ ഓടിച്ചു നോക്കുകയാണ്. 2 കാണിക്കുന്നു. അപ്പോൾ ഓക്കെ ഓക്കെ ലുക്ക് ഉണ്ട് കേട്ടാ. വീഴൊന്നുമില്ല.
ഇപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്യാനുള്ള നേരാണ് കേട്ടോ. നമ്മുടെ അച്ഛന്റെ കേക്ക് വാങ്ങിച്ചത് സജീഷൻ ബ്ലോഗിലിടുന്നു. ബ്ലോഗിലേക്ക് അല്ലടാ അപ്പൊ അതിന്റെ സ്പോൺസർ ഉണ്ടല്ലോ. ചെല്ലടി ചേച്ചി പോലീസ് പിള്ള എടുത്ത അമ്മേരും ഹിന്ദുമോളുടെ ഫോട്ടോ കിട്ടില്ലേ? ഹിന്ദുമോളുടെ ഫോട്ടോ. അയ്യോ ഇല്ല അതെ അതല്ല അതെ ഇത് പോനപ്പോ തന്നെ വായില്. അപ്പോൾ കേക്ക് കട്ടിയിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കുടിനാട്ടിൽ നിന്ന് നമ്മുടെ അമ്പലത്തേക്ക് പോകാൻ കേട്ടോ. നമ്മളിപ്പോൾ നടന്നൊന്നും അമ്പലത്തേക്ക് പോകാറില്ല, അതും പൂരത്തിന്. കാരണം നമ്മൾ വണ്ടിയിലാണ് പോകാറ്. പക്ഷേ ഈ വട്ടം രക്ഷേണ്ടപ്പോൾ പോകാറ്. പക്ഷേ എല്ലാവർക്കും കൂടി വണ്ടിയിൽ പോകാൻ സ്ഥലമില്ലാത്ത കാരണം ഞങ്ങൾ വിചാരിച്ചു നടക്കാമെന്ന് ചോദിച്ചു. ഇന്ത്യച്ച് രക്ഷേണ്ടും പോയിട്ടാ പിള്ളേരെ ഇവിടെ നിന്നു. അപ്പോൾ നമ്മളെല്ലാവരും നടന്ന് പോവാണ് കേട്ടോ. സമയം ഒരു 9 മണി 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അമ്പലത്തേക്ക് പോണത് കേട്ടോ. അതിനിടയ്ക്ക് സിദ്ധു നീല ഡാൻസ് കളിക്കേണ്ട ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കായിരുന്നു കേട്ടോ. അവരപ്പോഴേക്കും നിർത്തി. ഇവള് പിന്നെ എപ്പോഴും മോയിനുമായുടെ കൈ പിടിച്ചു. മോയിനുമായിക്ക് ആരെങ്കിലും ഒരു കുട്ടികൾ വേണം. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടീനെ അങ്ങോട്ട് കൊടുത്തു. എപ്പോഴും കൈ പിടിച്ച് നടക്കാട്ടെ. അമ്മായി വരുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. കാരണം അമ്മായി നോക്കും. പിന്നെ വീഡിയോ അമ്മായിയായിട്ട് സെറ്റാണ്. അമ്മായിക്കും ഇഷ്ടമാണത്. കാരണം പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അത് അവിടെ എത്തിയപ്പോഴേക്കും ഇവരൊക്കെ ഉണ്ടായിരുന്നു. ജിഞ്ചേച്ചും തക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദിച്ചേരിക്കും അമ്പലം. നൈറ്റുള്ളൊരു ഇതാണ്. രാവിലെ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ചേച്ചി വരുമ്പോഴാണ് ചേച്ചിമാരെ കണ്ടത്. നിത്യേച്ചിനെയും ദിവ്യേച്ചിനെയും കണ്ടത് കേട്ടോ. ഉണ്ണിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യാട്ടോ അവർ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി പോകാണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. കുറച്ച് ലോങ് ആണ് നമ്മുടെ പൂരത്തിൻ്റെ വീഡിയോ. നമ്മളെല്ലാതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ കാണുമ്പോഴും ഒരു ഇതല്ല ഇത്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.